ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇടുക്കിയിലേക്കാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോയത്. നമ്മൾ ഫസ്റ്റ് കാണാൻ പോയത് കാൽവരി മൗണ്ടിലേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. നോട്ട് ബുക്കിലൊക്കെ ഈ ചട്ടയിൽ സീനറീസ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരച്ച് വെച്ചതുപോലെയാണ് കേട്ടോ നമുക്ക് തോന്നുക, അത്രയും ഭംഗിയാണ്. ഇതുണ്ടല്ലോ കളിപ്പാട്ട കടയാണ്. നമ്മളെവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കളിപ്പാട്ട കടയുടെ ഷോപ്സ്. ഈ കൂടെയുള്ള കുട്ടിപ്പട്ടാളത്തിനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ. നെക്സ്റ്റ് നമ്മൾ പോയത് ഹിൽ വ്യൂയിലേക്കാണ്. അവിടെ മുകളിലെത്തിയാൽ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ മുകളിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു കയറ്റുണ്ട് കേട്ടോ. നടന്ന് നമ്മുടെ കാലൊക്കെ കളിച്ചു. മുകളിലെത്തിയാൽ അവിടെ ഇരിക്കാനും എടുക്കാനൊക്കെ നല്ലോണം സ്ഥലമുണ്ട് കേട്ടോ. പാർക്ക് പോലെയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ ഡാമിൽ വെള്ളം നിറഞ്ഞ് കിടക്കണ ഭാഗമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റണത്. നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ കാണാനായിട്ട്. നല്ല കാറ്റാണ്, നല്ല കാറ്റും നല്ലൊരു കൂളിങ്ങൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് മിറാക്കിൾ ഗാർഡനിലേക്കാണ് കേട്ടോ. സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഇടുക്കിയിലേക്ക് ട്രിപ്പ് വന്നത് ഈ മിറാക്കിൾ ഗാർഡനിലേക്ക് വരാനാണോ എന്നാണ് ഒരു സംശയം. ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് നാഗവല്ലിയുടെ ആഭരണം കണ്ട ശോഭനയുടെ അവസ്ഥയായിരുന്നു കേട്ടോ പുള്ളിക്കാരന്. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ആൾക്ക് കിളികളും ചെടികളും കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ആൾ കുറേ ഒരു 4-5 തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. തൈകൾ, പിന്നെ പോട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓറഞ്ചും അതുപോലെ ആപ്പിള്, പേരക്കായ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കായ്ച്ചു കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് അവരവിടെ ചെന്നപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് പൊട്ടിച്ചിട്ട് അത് കഴിക്കാനൊക്കെ ചെത്തി തന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ളും ഇങ്ങനെ പോട്ടിൽ ചെടികൾ ഇങ്ങനെ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. നിറയെ പച്ചപ്പായിരുന്നു അവിടെ. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഫ്രണ്ടിൽ ഗാർഡനിൽ ഫ്ലവേഴ്സൊക്കെ ഉള്ള ചെടികൾ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. വെറൈറ്റി കളേഴ്സിലുള്ള ഫ്ലവേഴ്സ്, പല കളറിലുള്ള റോസാപ്പൂക്കളുള്ള നല്ലൊരു ഗാർഡനായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അതൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു. നമുക്ക് അവിടെ ഒരു 3 റൂമായിട്ടായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വൈകുന്നേരം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റിയായിരുന്നില്ല. അതുപോലെ ഇടിമിന്നലും മഴയൊക്കെ ആയിരുന്നു. നമുക്കവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ മഴയായിരുന്നു, നല്ല മിന്നലും ഉണ്ടായിരുന്നു. കുറച്ച് സമയത്ത് കറണ്ടൊക്കെ പോയായിരുന്നു. പിന്നെ അതൊക്കെ അവരവിടെ ഒന്ന് ശരിയാക്കി തന്നു കേട്ടോ നമുക്ക് വേഗം. രാവിലെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഫുള്ള് കോടയാണ്. തണുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ മഞ്ഞും തണവുമായിരുന്നു. ഇത് നമ്മൾ താമസിച്ചിരുന്ന ആ റൂമാണ് കേട്ടോ കാണുന്നത്. 3 റൂം ഇങ്ങനെ ആ ഒരു കുന്നിൻ ചെരുവ് പോലെയുള്ള സ്ഥലത്ത്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ. ഇതാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ ആ ഒരു രാവിലെ വരെയുള്ള ടൈമാണ്.